ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഒരു സംസ്ഥാനമെന്ന നിലയിൽ കേരളം എത്രമാത്രം രോഗബാധിതമാണ് എന്നറിയാൻ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ മാത്രം പരിഗണിച്ചാൽ മതിയാവും. വളരെ മർമ്മഭേദകമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിൻ്റെ ഒരു കാലത്തെ അഭിമാനമായിരുന്ന വിദ്യാഭ്യാസം ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് വളരെ പ്രകടമായ സത്യമായതുകൊണ്ട് ആ ഒരാശയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. സമയം അത് കൂടുതൽ അതിൽ ചിലവഴിക്കേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം പോലും നിർത്തിവെക്കേണ്ടി വന്നു. അവിടെ ജഡ്ജസായി പങ്കെടുക്കാൻ വന്നൊരു വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. വ്യാപകമായ സംഘർഷത്തിന് വഴിയൊരുക്കി. ഒരു സാംസ്കാരിക പ്രതിഭാസമാണ് ഈ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമ്പോൾ. ആ സാംസ്കാരിക അനുഭവത്തിൽ പെട്ടെന്ന് ഉരുൾപൊട്ടൽ പോലെ സംഭവിച്ച അക്രമത്തിൻ്റെയും സംസ്കാരശൂന്യതയുടെയും പ്രത്യക്ഷ ഉദാഹരണമാണ് ഞാനിപ്പോൾ പരാമർശിച്ചത്. പൂക്കോട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം അനേക കലാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന തികച്ചും അനാരോഗ്യപരമായ അവസ്ഥ കോളേജുകളിന്മേലും കലാലയങ്ങളിന്മേലും അതിന് ചുമതലയുള്ളവർക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്ന ഒരവസ്ഥ, അത് സൃഷ്ടിക്കുന്നത് നിലനിർത്തുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ചിന്തിക്കുന്ന ചില കൂട്ടർ, അങ്ങനെ സാധ്യമാകുകയുള്ളൂ, അല്ലാതെ കലാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടർ, വിദ്യാഭ്യാസം കറവപ്പശുവാണെന്ന് വിചാരിക്കുന്ന വേറൊരു കൂട്ടർ, ഇങ്ങനെ കേരളമാകമാനം വിവിധമായ അർത്ഥശൂന്യമായ ചിന്തകളിലും സങ്കല്പങ്ങളിലും കെട്ടപ്പെട്ട് എങ്ങനെ ഒരിഞ്ച് മുൻപോട്ട് പോകണമെന്നറിയാതെ തത്രപ്പെട്ട് ഉടരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഈ വിഷയത്തെ പരിഗണിക്കുന്നത് എന്ന് മാത്രം ഹ്രസ്വമായി സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു എന്ന കാര്യം മാത്രം നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ കേരളീയരാണെങ്കിൽ, നിങ്ങൾ കേരളത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ മക്കളെയും അവരുടെ മക്കളുടെയും ഭാവിയെപ്പറ്റി നിങ്ങൾക്ക് അല്പമെങ്കിലും ചിന്തയോ താല്പര്യമോ ഉണ്ടെങ്കിൽ, ചുമതലബോധമുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അതീവമായ താല്പര്യം കാണും എന്നത് എനിക്ക് ഉറപ്പാണ്. ഞാൻ 20ാമത്തെ വയസ്സിൽ കേരളത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം തേടി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ്. എനിക്കൊരിക്കലും കേരളം വിട്ടു പോകണമെന്ന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അങ്ങനെ പോകേണ്ടി വന്നു. ഞാൻ BA കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് വേണ്ടി ചേർന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ട്രിവാൻഡ്രമാണ് 1970. അവിടെ ചേർന്ന നാൾ കഴിയാതെ ഞാൻ വളരെ നിരാശപ്പെട്ടു. കാരണം വിദ്യാഭ്യാസ നിലവാരം തികച്ചും നിരാശാജനകമായിരുന്നു. എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിങ്. അപ്പം അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടിയിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഒരു ബൗദ്ധികമായ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് ഞാൻ അനുഭവിച്ചത്. മാത്രവുമല്ല, വർഷത്തിൽ ഭൂരിപക്ഷം ദിവസങ്ങളും ഈ കലാലയം അടച്ചിട്ട് കിടക്കുകയാണ്. കാരണം എപ്പോഴും സ്ട്രൈക്കാണ്. തിരുവനന്തപുരത്ത് എവിടെയൊക്കെ സ്ട്രൈക്കുണ്ടോ, ആരൊക്കെ എവിടെയൊക്കെ സ്ട്രൈക്കുണ്ടോ അന്നേരമൊക്കെ ഇത് അടച്ചിടും. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ജീവിതം പാഴായി പോകുന്നു എന്ന ഒരു ധാരണയിൽ ഒരു വർഷം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാൻ MA ഇംഗ്ലീഷ് പഠിക്കാനായി സെൻറ്റ് സ്റ്റീഫൻസിലേക്ക് പോയത്. അത് എൻ്റെ ജീവിതത്തിലെ ഒരു
വഴിത്തിരിവായിരുന്നുവെങ്കിലും കേരളം വിട്ടുപോയതിൽ എനിക്ക് ഗുണമുണ്ടായതുപോലെ നഷ്ടവുമുണ്ടായി. പ്രത്യേകിച്ച് എൻ്റെ മാതൃഭാഷയോടുള്ള എൻ്റെ ബന്ധം ബലഹീനമായിപ്പോയി. കേരളത്തെപ്പറ്റിയുള്ള എൻ്റെ അറിവ് വളരെ അപൂർണവും അവ്യക്തവുമായി തീർന്നു. അത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയെ നന്നായി ബാധിച്ചു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ വ്യക്തിപരമായ ഒരു വൈകാരികതയും കൂടെ കടന്നേക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടതുപോലെ ഫണ്ടില്ല എന്നതൊന്നുമല്ല. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി മന്ത്രി തൊട്ട് വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും യാതൊരു ഊഹവുമില്ല, പോഹവുമില്ല എന്നതാണ് വളരെ വളരെ പ്രകടവും വേദനാജനകവുമായ ഒരു യാഥാർത്ഥ്യം. ഇവിടെ ആർക്കാണ് വിദ്യാഭ്യാസത്തെപ്പറ്റി താല്പര്യമുള്ളത്? അല്ലെങ്കിൽ ഇവിടെ ആർക്കാണ് വിദ്യാഭ്യാസത്തെപ്പറ്റി അതിന് അനുയോജ്യമായ താല്പര്യമുള്ളവർ? വിദ്യാഭ്യാസത്തെപ്പറ്റി താല്പര്യമുണ്ട്, പക്ഷേ അത് മറ്റേതോ വിധത്തിലാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വിചാരം അവരുടെ രാഷ്ട്രീയം കൂടുതൽ വേരുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നാണ് അവരുടെ ചിന്ത. ഭാവിയുടെ കാഡറുകളെ, ഓരോ പാർട്ടിയുടെയും ഭാവി കാഡറുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു നഴ്സറിയാണ് സ്കൂൾ തൊട്ട് കലാലയം വരെ, യൂണിവേഴ്സിറ്റി വരെ എന്നതാണ് പാർട്ടി ഭീഷ്മാചാര്യന്മാരുടെ നിഗമനം. പല വിദ്യാർത്ഥികളുടെയും ധാരണ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏക ലക്ഷ്യം അവർക്കും മറ്റ് എല്ലാവർക്കും ഭാവിയിൽ രാഷ്ട്രീയക്കാരായി തീരാനുള്ള, രാഷ്ട്രീയ നേതാക്കന്മാരായി, മന്ത്രിയായി, തന്ത്രിയായി ഒക്കെ ഇരിക്കാനുള്ള പരിശീലനം നൽകാനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവയാകേണ്ടത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന അനേകരുണ്ട്. കാരണം കേരളത്തിലെ ക്യാമ്പസുകൾ ഇത്രമാത്രം രാഷ്ട്രീയവൽക്കരിക്കപ്പെടണമോ എന്ന ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ തീർച്ചയായും അവർ ആദ്യമായി പറയുന്നത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ നാം എങ്ങനെ വാർത്തെടുക്കും? അപ്പോൾ കലാലയങ്ങൾക്ക്, യൂണിവേഴ്സിറ്റീസിന് ഒറ്റയൊരു ലക്ഷ്യമേ ഉള്ളൂ. ബാക്കി ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പിന്നെയാണ്. ഏറ്റവും പ്രാഥമികവും ഏറ്റവും നിർണായകരവുമായ ഉദ്ദേശം എന്താണ്? ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ വാർത്തെടുക്കുക. നമ്മൾ കഴിഞ്ഞ 50-60 വർഷങ്ങളുമായിട്ട് അനേക നേതാക്കന്മാരെ വാർത്തെടുത്തു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നേതാക്കന്മാർ കൊണ്ടാണ് നമ്മുടെ ഈ സംസ്ഥാനം ഇപ്പോൾ അടിത്തറ പൊളിഞ്ഞ് എപ്പോൾ ഇത് മറിഞ്ഞു വീഴും എന്ന സ്ഥിതിയിൽ നിൽക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ ആളുകൾ വിസമ്മതിക്കും. അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൂടെ നാം എന്ത് നേടണം, അല്ലെങ്കിൽ എന്ത് നേടാനാണ് ലാക്കാക്കേണ്ടത് എന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി ചിന്തിക്കുന്നത് ഉചിതമാണ്. ഞാൻ ചില ആളുകളുടെ പേര് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ക്ഷമാപണത്തോടെ, പലരും റെഫറൻസസ് ഒരു വീഡിയോയിൽ വരുമ്പോൾ അതൊരു വലിയ ഭാരമായി തോന്നിയിട്ട് അത് ഒഴിവാക്കേണ്ടതാണ് എന്ന ഒരു ചിന്തയുണ്ട്. എങ്കിലും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനോ ആരുടെയും ഭാരം വർദ്ധിപ്പിക്കാനോ എനിക്ക് താല്പര്യമില്ല. എങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല, ചരിത്രപരമായ ആധാരം എൻ്റെ ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന്, അല്ലെങ്കിൽ ആശയങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മുൻപോട്ട് പോയി അന്വേഷിച്ച് തിരിച്ചറിയണമെങ്കിൽ എവിടെയൊക്കെയാണ്, ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, ഏതൊക്കെ ചിന്തകരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെപ്പറ്റി അല്പം ഒരു ബോധമുണ്ടാകാനും
ഇത് സഹായിക്കും എന്നതുകൊണ്ട് ഞാൻ ചില പേരുകൾ ഇതിൽ ഉൾപ്പെടുത്താൻ നിർബന്ധിതനായിത്തീരുകയാണ്. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ മതസ്ഥാപകരും, ഇപ്പോൾ ശ്രീബുദ്ധനാണെങ്കിലും യേശു ആണെങ്കിലും മുഹമ്മദ് ആണെങ്കിലും ആരാണെങ്കിലും, അവർ പഠിപ്പിച്ചു. ദേ വർ ഗ്രേറ്റ് ടീച്ചേഴ്സ്, നമുക്കറിയാം. പക്ഷെ അവരാരും പഠിപ്പിച്ചത് ജോലിച്ചന്തയിൽ ആളുകൾക്ക് യോഗ്യത കൂട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഭാവി രാഷ്ട്രീയക്കാരെ വാർത്തെടുക്കാനോ അല്ലെങ്കിൽ ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ മിടുക്കരായി അവർ ഭൗതികമായ സമ്പത്ത് മുഴുവനും കൊയ്തെടുത്ത് മറ്റുള്ളവരെക്കാൾ മിടുക്കന്മാരായി ധനികന്മാരായി ഇങ്ങനെ വിലസുന്നതിനോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. ആത്മീയമായ ബോധമുള്ള ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും മനുഷ്യരാശിയെ മേൽത്തരമായൊരവസ്ഥയിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പഠിപ്പിക്കുക എന്ന ഒരു കർത്തവ്യം അവർ നിർവഹിച്ചത്. ഇപ്പോൾ യേശുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ, അതിനുതകുന്ന പഠിപ്പിലാണ് യേശു നടത്തിയത്. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടുകൂടെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ സ്ഥാപനം പോലുമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ നമ്മളെല്ലാവരും ന്യൂനപക്ഷാവകാശങ്ങൾ കൈയാളുന്നു, അവിടെ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ നടക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്രിസ്തീയമായ വിദ്യാഭ്യാസം എന്താണ് എന്നതിനെപ്പറ്റി ഒരിക്കൽ പോലും അല്പം സാവകാശത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി അതിന് അനുസരിച്ച് എന്തെങ്കിലും ഒരു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് ജർമ്മനിയിൽ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ചിന്തകനായിരുന്ന ജോഹാൻ ഗോട്ട്ലേബ് ഫിഷ്റ്റ്, FICHTE, അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മഹനീയമായ പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമുണ്ട്, അഡ്രസ്സസ് ടു ദ ജർമ്മൻ നേഷൻ എന്നാണ്. അത് 1800-കളുടെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ദശകത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. അഡ്രസ്സസ് ടു ദ ജർമ്മൻ നേഷൻ. അപ്പം അദ്ദേഹം പറയുന്നത്, ആ കാലത്ത് ജർമ്മനി രാഷ്ട്രീയമായ പല ഘടകങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയിരുന്നു. ജർമ്മനി അതിൻ്റെ തനിമയിലേക്ക് എത്തുവാൻ കഴിയാതെ അപമാനിതമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ജർമ്മൻ രാഷ്ട്രം ഒന്ന് അതിൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണരണമെങ്കിൽ, അതിൻ്റെ തനതായ വ്യക്തിത്വം, അതിൻ്റെ മാഹാത്മ്യം ഒന്ന് രുചിച്ചറിയണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായ നിഗമനം. അതിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ, വെൻ യു എഡ്യൂക്കേറ്റ് ചിൽഡ്രൻ, യു ആർ എഡ്യൂക്കേറ്റിംഗ് മാൻകൈൻഡ്. നിങ്ങൾ മനുഷ്യരാശിയെ ആകമാനം വിദ്യ അഭ്യസിപ്പിക്കുകയാണ്. നിങ്ങൾ മനുഷ്യരാശിയെ മെച്ചപ്പെടുത്തുവാനുള്ള ബൃഹത്തായ ഒരു ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊരു വ്യക്തിയെ സഹായിക്കുന്നു, തീർച്ചയായും അത് പ്രകടമായ നിങ്ങളുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആത്യന്തികമായി നിങ്ങൾ മനുഷ്യരാശിയുടെ മേന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ, എനിക്ക് തോന്നുന്നു 1814 അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്നത്, യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം നടത്തുന്ന അധ്യാപകർ അവർ ഒരിക്കലും മരിക്കുന്നില്ല എന്നതാണ്. ദേ ആർ ദ ബ്രൈറ്റസ്റ്റ് ഇൻ ദ ഫർമമെൻറ്റ് ഓഫ് ഹ്യൂമാനിറ്റി. അവർ ഒരിക്കലും അസ്തമിക്കാത്ത നക്ഷത്രങ്ങൾ പോലെ എന്നും മനുഷ്യത്വത്തിൻ്റെ വിഹായസിൽ അവരുടെ വെളിച്ചം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദർശനം. അപ്പോൾ അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീകാര്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കാവുന്നതാണ്. ജോഹാൻ, JOHANN, ജോഹാൻ ഗോട്ട്ലേബ്, GOTLIEB,
ഫിഷ്ത്, FICHTE. അത് ജർമ്മൻ പേരായതുകൊണ്ട് ഫിഷ്ത്, FICHTE. അപ്പോൾ അതൊന്ന്. ഇനിയും കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ ആഥൻസിൽ ജീവിച്ചിരുന്ന പ്ലേറ്റോ, എല്ലാവർക്കും അറിയാവുന്ന പേരാണ് പ്ലേറ്റോ. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്തുവിന് ഏകദേശം 400 വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലെ ആഥൻസിൽ ജീവിച്ച് അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസനായിരുന്ന ചിന്തകനായിരുന്ന പ്ലേറ്റോ തൻ്റെ ലോകപ്രസിദ്ധമായ പുസ്തകം റിപ്പബ്ലിക്, അതിൽ പറയുന്നത്, ഞാൻ ആദ്യം എൻ്റെ ഇംഗ്ലീഷിൽ എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഒന്ന് കോട്ട് ചെയ്തിട്ട് ഉദ്ധരിച്ചിട്ട് എൻ്റെ മലയാളത്തിലേക്ക് വരാം. Education is the process by which young people are trained and enabled to use their knowledge and skills to solve the problems of the society. എന്താണ് വിദ്യാഭ്യാസം? അത് യുവാക്കന്മാരെ, ആ കാലത്ത് യുവതിമാരെ അത്രമാത്രം, നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അവകാശം പല കാലത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ യുവതി യുവാക്കന്മാർക്ക് പരിശീലനം നൽകുകയാണ്. അവരെ എന്തിനു വേണ്ടി പരിശീലിപ്പിക്കണം? അവരെ അങ്ങനെ പരിശീലിപ്പിക്കുന്നതിൽ കൂടെ അവർക്ക് അറിവും കഴിവും ഉണ്ടായിട്ട്, നോളജ് ആൻഡ് സ്കിൽസ്, അറിവും കഴിവും ഉണ്ടായിട്ട് അത് മാത്രം പോരാ, അങ്ങനെ പ്രാപിക്കുന്ന വിദ്യാഭ്യാസത്തിൽ കൂടെ അവർ പ്രാപിക്കുന്ന അറിവും കഴിവും അവരുടെ തന്നെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് ഏറ്റവും ശ്രദ്ധയോടും ആവേശത്തോടും സ്വാർത്ഥതയില്ലാതെ നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാക്കി, ഒരു ചുമതല ബോധമുള്ളവരാക്കി അവരെ തീർക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. Education is the process by which young people are trained and enabled to use their knowledge and skills to solve the problems of their society. ഈ ഒരു മാനദണ്ഡം വെച്ച് നാം കേരളത്തിലും ഭാരതത്തിലാകമാനവും സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും, വിദ്യാഭ്യാസം എങ്ങനെ നടത്തുന്നു, ആര് നടത്തുന്നു, എന്തിനു വേണ്ടി നടത്തുന്നു, നമ്മുടെ കലാലയങ്ങൾ, അതിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷം, ലേണിംഗ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്, ലേണിംഗ് എൻവയൺമെൻറ്റ്, ഇതൊക്കെ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നാം വാസ്തവത്തിൽ ഇടിവെട്ട് ഏൽക്കുന്നത് പോലെയായിത്തീരും എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇനിയും ഒത്തിരി മുൻപോട്ട് വരുമ്പോൾ ഫ്രാൻസിലെ അതികായനായിരുന്ന റൂസോയുടെ വളരെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് എമീൽ, EMILE. അത് വിദ്യാഭ്യാസത്തെ പറ്റി യൂറോപ്പിലുണ്ടായ അല്ലെങ്കിൽ യൂറോപ്പിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും മഹനീയമായ 3 പുസ്തകങ്ങളെടുത്താൽ അതിലൊന്നിതായിരിക്കും. ശതകങ്ങളോളം, കുറഞ്ഞ പക്ഷം 3 നൂറ്റാണ്ടുകൾ യൂറോപ്പിലെ വിദ്യാഭ്യാസ ദർശനത്തെ കാര്യമായി ബാധിച്ച പുസ്തകമാണ് റൂസോയുടെ എമീൽ. അതിൽ അദ്ദേഹം പറയുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ടു പെർഫെക്റ്റ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യ സ്വഭാവം എന്നൊരു കാര്യമുണ്ട്. മനുഷ്യനായാൽ അവൻ്റെ സ്വഭാവം ഇന്നതായിരിക്കണം. അതേറ്റവും മാഹാത്മ്യമുള്ളതായി തീർക്കത്തക്കവണ്ണം അതിനെ ലാക്കാക്കി നാം നടത്തുന്ന പ്രക്രിയയ്ക്കും അധ്വാനത്തിനും മാത്രമേ വിദ്യാഭ്യാസമെന്ന് പറയാൻ പാടുള്ളൂ എന്നാണ് റൂസോ പറയുന്നത്. അതിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നൊരു കാര്യം, the mark of the educated class must be that each individual chooses what promotes the good of the larger community, the society at large, than his own personal good. അദ്ദേഹം പറയുന്നത്, നിങ്ങളൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നു, അവിടെ നിങ്ങൾ എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത്? 2 വിധത്തിൽ തീരുമാനമെടുക്കാം. ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കൂടെ
എനിക്ക് എൻ്റെ ലാഭം എത്ര വർദ്ധിപ്പിക്കാം. അതാണ് ഈ അഴിമതി അല്ലെങ്കിൽ കറപ്ഷൻ്റെ വിത്ത് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അത് 100% ശരിയാണ്. പിൽക്കാലത്ത് ഇമ്മാനുവൽ കാന്തും അത് തന്നെ അതേ ആശയം ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി ഒരിക്കലും അഴിമതിക്ക് ഇരയാകരുത്. അഴിമതി എന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സ്പർശിക്കുക പോലും വരുത്. അങ്ങനെയാണെങ്കിൽ എപ്രകാരം ഉള്ള കാഴ്ചപ്പാടുണ്ടാകണം? ഞാൻ ഏത് സാഹചര്യത്തിലായാലും ഏത് ചുമതലയിലായാലും ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് എന്ത് ലാഭമുണ്ടാക്കാം എന്ന കാഴ്ചപ്പാടിലോ താല്പര്യത്തിലോ അല്ല, പിന്നെയോ ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ കൂടെ ഈ സമൂഹത്തിന് ആകമാനം എത്ര നന്മ, എന്ത് നന്മ വരുത്താം, അങ്ങനെയുള്ളവൻ മാത്രമാണ് വിദ്യാഭ്യാസമുള്ളവൻ. ആ മാനദണ്ഡം വെച്ച് അളന്ന് നോക്കിയാൽ നമ്മുടെ ഇടയിൽ വിദ്യാഭ്യാസമുള്ളവർ എത്ര പേരുണ്ട് എന്നൊരു ചോദ്യം ന്യായമായും പൊന്തി വരും. ഞാൻ ആ ചോദ്യം നിങ്ങളുടെ പരിഗണനയ്ക്ക് വിട്ടുകൊണ്ട് അടുത്ത ചിന്തകനായ ഇമ്മാനുവൽ കാന്ത്, അദ്ദേഹത്തിൻ്റെ കാന്ത് ഓൺ എഡ്യൂക്കേഷൻ എന്നൊരു ഒരു ചെറിയ പുസ്തകം, ഇതെല്ലാം നെറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് സാവകാശവും താല്പര്യമുണ്ടെങ്കിൽ എടുത്ത് വായിക്കാവുന്നതാണ്. കാന്ത് ഓൺ എഡ്യൂക്കേഷൻ. അതിൽ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മാതാപിതാക്കന്മാരെല്ലാവരും വായിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ 2 മക്കളെയും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞു, നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. ഇത് മാത്രമല്ല, അനേക പുസ്തകങ്ങൾ, വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അനേക പുസ്തകങ്ങൾ ഞാൻ അവരെ കൊണ്ട് വായിപ്പിച്ചു. കാരണം അവർ നല്ല അമ്മമാരായി തീരണമെങ്കിൽ അവർക്ക് അറിവ് വേണം. കുഞ്ഞുങ്ങൾ വലിയ പഠിച്ച് വലിയ ജോലി കിട്ടണം, 5 ഫിഗർ സാലറി വേണം, അതല്ല ഒരു മാതാവിൻ്റെ കടമ, ഒരു പിതാവിൻ്റെ കടമ. എൻ്റെ മകന് വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ, അവൻ എഡ്യൂക്കേറ്റഡ് ആണോ, ഡിഗ്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവൻ എഡ്യൂക്കേറ്റഡ് ആണോ. അപ്പോൾ കാന്ത് എന്താണ് പറയുന്നത്? കാന്ത് പറയുന്നത് ദി ലാർജർ ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ടു എൻറിച്ച് കൾച്ചർ. ഒരു സമൂഹത്തിന് അതിൻ്റേതായ സംസ്കാരമുണ്ട്. അതിന് ഉപരിയായി മനുഷ്യജാതിക്ക് അതിൻ്റേതായൊരു സംസ്കാരമുണ്ട്, ജനറൽ കൾച്ചർ ഓഫ് ദ ഹ്യൂമൻ കൈൻഡ്. അതിനകത്ത് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന എൻ്റെ സമൂഹം, ഇപ്പോൾ ഞാൻ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ കൾച്ചർ, ഭാരതത്തിലാണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ, ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇംഗ്ലീഷ് കൾച്ചർ. ആ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ, അതിനെ ഏറ്റവും മേൽത്തരമാക്കുവാൻ കഴിവുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് കാന്ത് പറയുന്നത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അമേരിക്കയിൽ വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ ചിന്തിച്ച വ്യക്തി ജോൺ ഡ്യൂവി എന്ന് പറയുന്ന ചിന്തകനാണ്, ഫിലോസഫറാണ്. നിങ്ങൾ 1964 ഭാരതത്തിൽ പ്രസിദ്ധീകരിച്ച 6th എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ ജോൺ ഡ്യൂവിയുടെ ആശയങ്ങൾ മാത്രമാണ്. 6th പേ കമ്മീഷനെ വളരെ അധികം ആളുകൾ പ്രശംസിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ പ്രസിദ്ധീകരിച്ച 6 എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഏറ്റവും മഹത്തരമെന്ന് എല്ലാവരും സമ്മതിക്കുന്നത് ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ്. ഈ കോത്താരിയെ ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്, ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയെയും ഞാൻ കണ്ട്, ഷാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ, നായിക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തോടും ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മേൽത്തരമായ ഒരു എഡ്യൂക്കേഷൻ റിപ്പോർട്ടാണ്. പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ എല്ലാ ആശയങ്ങളും തൊട്ട് Z വരെ ജോൺ ഡ്യൂവിയുടെ എഡ്യൂക്കേഷൻ ആൻഡ് ഡെമോക്രസി എന്ന പുസ്തകത്തിൽ നിന്ന്, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജോൺ ഡ്യൂവിയുടെ ആശയം എന്താണ്? ഈ കാലത്ത് ആധുനിക ലോകത്തിൽ നാം വിദ്യാഭ്യാസം നൽകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നാം കാണേണ്ടത് എഡ്യൂക്കേറ്റിംഗ് സിറ്റിസൺസ് ഫോർ ഡെമോക്രസി. ഈ ജനായത്ത ഭരണമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് വളരെയധികം പ്രബുദ്ധമായ ജനതയ്ക്ക് മാത്രം അവകാശമാകാവുന്നതും സാധ്യമാകാവുന്നതുമായൊരു കാര്യമാണ്
ഏറ്റവും മഹനീയമായ ഭരണരീതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണരീതി മേന്മയുള്ളതായി നിലനിൽക്കണമെങ്കിൽ അതിന് ഉതകുന്ന ഒരു ജനതയുണ്ടാകണം. നമ്മളെപ്പോഴും പറയാറില്ലേ, പീപ്പിൾ ഗെറ്റ് ദ ഗവൺമെൻറ് ദേ ഡിസേർവ്. നമുക്ക് അർഹമായ സർക്കാരിനെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കൂടെ ജനായത്ത രീതിയിൽ ജീവിക്കുവാനും അതിൻ്റെ വിവിധമായ വശങ്ങളെയും ചുമതലകളെയും ഏറ്റെടുക്കുവാനും നിർവഹിപ്പാനും പര്യാപ്തമായ ഒരു പൗരത്വ സമ്പത്ത് സൃഷ്ടിക്കുക എന്നതാണ്. സിറ്റിസൺഷിപ്പ് റിസോഴ്സസ് സൃഷ്ടിക്കുക എന്നതായിരിക്കണം ആധുനിക കാലത്തെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ സൈറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, നമുക്ക് വിദ്യാഭ്യാസം എന്താണ്, എന്തായിരിക്കണമെന്നതിനെപ്പറ്റി യാതൊരു ചിന്തയുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ഞാനീ പറഞ്ഞതിനപ്പുറത്ത് നിങ്ങൾക്കറിയാം, ടോൾസ്റ്റോയ്ക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റി വലിയ താല്പര്യമുണ്ടായിരുന്നു, ചിന്താഭാരമുണ്ടായിരുന്നു. അദ്ദേഹം സ്വന്തമായിട്ടൊരു സ്കൂൾ സ്ഥാപിച്ച് മാതൃകാപരമായ എഡ്യൂക്കേഷൻ എങ്ങനെ ആയിരിക്കണം എന്ന് അന്വേഷിച്ച കൂട്ടത്തിലാണ്. അങ്ങനെ അനേകം ആളുകളുടെ കാര്യം നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഭാരതത്തിൽ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ, ഗുരുദേവ് ടാഗോർ ശാന്തിനികേതൻ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. എന്തുകൊണ്ട് സ്ഥാപിച്ചു? എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർക്കാർക്കും വിദ്യാഭ്യാസം ഒരു പ്രയോറിറ്റിയേ അല്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ നല്ല ഒരു യൂണിവേഴ്സിറ്റി ഇന്ന് നമുക്കില്ല. എല്ലാ വർഷവും ലോകത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് വരുമ്പോൾ എല്ലാവരും പറയും, അയ്യോ എന്താണ് ലോകത്തിലെ ഏറ്റവും നല്ല 200 എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഭാരതത്തിൽ നിന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുണ്ഠിതപ്പെടാറുണ്ട്. പക്ഷേ അതേസമയം തന്നെ നാം ഒന്നും ചെയ്യാറില്ല. ഏതാണ്ട് 4 വർഷത്തിന് മുൻപാണ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ ഒരു ഹൈ ക്വാളിറ്റി ഹയർ എഡ്യൂക്കേഷൻ്റെ ഹബ്ബായിട്ട് മാറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒരു ചുക്കിലി അദ്ദേഹം ചെയ്തില്ല. ചെയ്യാൻ സാധ്യവുമല്ല. താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ല മറ്റൊന്നും കൊണ്ടല്ല. വിദ്യാഭ്യാസം എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമില്ല, അതിനെപ്പറ്റി ഒരു ദർശനമില്ല. അത് ഞാൻ പിണറായി വിജയൻ്റെ മാത്രം പ്രശ്നമല്ല, ഇവിടെ ഭരിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രശ്നമാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP ആണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് വിദ്യാഭ്യാസത്തെപ്പറ്റി യാതൊരു അറിവുമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല എന്നല്ല, അത് കഴിയുന്നത്രയും ചുരുക്കണം എന്ന ഒരു താല്പര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കേരളത്തിൽ വളരെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രിസ്തീയ സമൂഹത്തോട് പറയാനുള്ളത്, നമുക്ക് വിലയേറിയ പ്രത്യേകമായ വിദ്യാഭ്യാസ അവകാശങ്ങളുണ്ട്, ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്. ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ നാം ഉപയോഗിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, അതുകൊണ്ട് മുതലെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായൊരു ചുമതലയുണ്ട്. മേൽത്തരമായ വിദ്യാഭ്യാസത്തിൽ കൂടെ ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാനൊരു കടമ നമുക്കുണ്ട് എന്ന ബോധ്യം നമ്മുടെ മധ്യത്തിലില്ലാത്തത് വലിയൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്രമാത്രം അഴിമതിയും കോഴയും നിറഞ്ഞിരിക്കുന്നത്. കോഴ വാങ്ങിക്കുന്നവരെ ഞാൻ കോഴിയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരെല്ലാം കോഴികളാണ്. വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നാണമില്ലേ, ലജ്ജയില്ലേ? ഒരു രാഷ്ട്രം നമ്മെ ഇത്ര വലിയൊരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അനിതര സാധാരണമായ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. മൈനോറിറ്റി റൈറ്റ്സ് ഞാൻ വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തൊരു വിഷയമാണ് മൈനോറിറ്റി റൈറ്റ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ഥാപക അംഗമായിരുന്നു ഞാൻ. എന്ന് മാത്രവുമല്ല, ഭാരതത്തിൽ മൈനോറിറ്റി റൈറ്റ്സ് സംരക്ഷിക്കപ്പെടേണ്ടതിന് വളരെയധികം ക്ലേശിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് കേരളത്തിൽ എനിക്ക് ഇടതുപക്ഷത്തിന് എന്നോടുള്ള അമർഷം വർദ്ധിപ്പിക്കാൻ ഇടയായത്. MA ബേബി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തോട് കൊമ്പ് ഓർക്കേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് തൊട്ട് ഞാൻ ഇടതുപക്ഷത്തിന് ശത്രുവാണ് എന്നൊരു ധാരണ
അതിൻ്റെ പകപോക്കാനായിട്ട് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായപ്പോൾ SFI അവിടെ വന്ന് എനിക്കെതിരെ പ്രകടനം നടത്തി. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് പുറകോട്ട് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് അവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹത്തോട് പറയാനുള്ളത്, നാം ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ, പരിപാവനമായ അവകാശങ്ങൾ സ്വീകരിക്കുകയും അതിനെ ഉത്തരവാദിത്വ ബോധമില്ലാതെ വെറും പണക്കൊതിയുടെയും ദുരഭിമാനത്തിൻ്റെയും കരുവായി ഉപയോഗിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ മാത്രമാണ് നമ്മുടെ പുറപ്പാടെങ്കിൽ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും, നഷ്ടപ്പെടുന്നതാണ് നന്ന്. എന്തുകൊണ്ടാണ് ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേറിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ദർശനവും സ്ഥാപനപരമായ സംസ്കാരവും ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചർ ഇല്ലാത്തത് എന്ന് നാം ആലോചിക്കണം. എന്തിനാണ് ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ നൽകിയിരിക്കുന്നത്? നമ്മുടെ ആത്മീയമായ സംസ്കാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. ഇറ്റ്സ് എ കൾച്ചറൽ റൈറ്റ്. നാം ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ചുമതല എന്താണ്? നമ്മുടേത് എന്ന് നാം അവകാശപ്പെടുന്ന പ്രത്യേകതയുള്ള ആത്മീയ സംസ്കാരം അതിൻ്റെ ആധികാരികതയിൽ, പരിശുദ്ധിയിൽ പൊതുവായി പ്രകടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഒരു ദിവസം പോലും ഉപയോഗിക്കുവാൻ നമുക്ക് യോഗ്യതയില്ല എന്നതാണ് അതിൻ്റെ ധാർമ്മികമായ വശം. അതിൻ്റെ നിയമപരമായ വശവും അങ്ങനെ തന്നെയാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ നൽകപ്പെടുന്ന ചില ആളുകൾക്ക് പണമുണ്ടാക്കാനല്ല, ചില ആളുകൾക്ക് ആഡംബരത്തിൽ ജീവിക്കാനും അക്രമം നടത്താനുമല്ല, കോഴ വാങ്ങിക്കാനല്ല, മറ്റുള്ളവരെ വഞ്ചിക്കാനും കളിപ്പിക്കാനും പോക്കറ്റടിക്കാനുമല്ല. ഇത് വളരെ വിശുദ്ധമായ പരിപാവനമായ ഒരു ദാനമാണ്, ഒരവകാശമാണ്. അത് നാം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തോടും ഈ രാജ്യത്തോടുള്ള അദമ്യമായ സ്നേഹത്തോടും ഈ രാജ്യത്തിൻ്റെ ഭാവി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ത്യാഗബുദ്ധിയോടുകൂടെ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് അതീവമായ താല്പര്യമാണ്. അതിൻ്റെ അച്ചടക്കത്തെ ഞങ്ങൾ പരിപൂർണമായി സ്വീകരിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടും കൂടെ മാത്രമേ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യാവൂ. അല്ലെങ്കിൽ ഇത് നമ്മെ തിരിഞ്ഞു കടിക്കുന്ന പട്ടിയായിത്തീരും. അതങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ കേരള സമൂഹത്തിലും ഭാരതത്തിലാകമാനവും ക്രിസ്തീയ സമൂഹവും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ വില്ലും അകൽച്ചയും വിമ്മിഷ്ടവും വർദ്ധിപ്പിക്കാൻ ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളെ നാം ദുരുപയോഗം ചെയ്യുന്ന വിധങ്ങൾ വളരെ അധികം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടയാക്കിയിട്ടുണ്ട് എന്നത് ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ അവസ്ഥ പരിതാപകരമാണ്, മർമ്മഭേദകമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം എന്നാൽ എന്താണെന്നും വിദ്യാഭ്യാസത്തിൽ കൂടെ എന്താണ് നേടേണ്ടത് എന്നും അങ്ങനെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ യാതൊരു ഒഴികഴിവും പറയാതെ പാലിക്കേണ്ട അച്ചടക്കവും ലക്ഷ്യബോധവും എന്താണ് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെ വിദ്യാഭ്യാസത്തെ കൈയാളുന്നത് കൊണ്ടാണ് ഈ സംസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രമാത്രം അരാജകത്വം കുടികൊള്ളുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു.